ഹായ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഡിസംബറൊക്കെ ആവാനായതുകൊണ്ട് തന്നെ നല്ല മഞ്ഞൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡിസംബർ ആയിട്ടില്ല, പക്ഷേ അതിൻ്റെ മുന്നേ തന്നെ നല്ല മഞ്ഞൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ ചെടികളൊക്കെ വന്ന് നോക്കുമ്പോൾ തന്നെ നല്ല രസമാണ്. അതുപോലെ നമ്മൾ പൂക്കളൊക്കെ ഇങ്ങനെ പൂത്തിട്ടുണ്ടാകും. നമ്മൾ നമ്പ്യാർ വട്ടം അങ്ങനെ കുറേ പഴയ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു കൊച്ചു വിശേഷങ്ങളിലേക്കൊക്കെ പോവാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. എന്താ പാപ്പ പരിപാടി? ഇന്ന് വണ്ടി കഴുകാണ്. അബേനെ ഹെൽപ്പ് ചെയ്യാ ആണോ? ഇത് ഹെൽപ്പ് ചെയ്യാണോ അല്ലെന്ന് അറിയില്ല. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വണ്ടി കഴുകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ, 3 പേരും കൂടെ. അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മറ്റു 2 ആളും ഹെൽപ്പിങ്ങിനാണ്. എപ്പോഴും അവർ ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മളെപ്പോഴും അവരെയും കൂട്ടും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും. ഇല്ലെങ്കിൽ മൊബൈലോ ടി വിയോ ഒക്കെ ആയിട്ട് ഇരിക്കണ്ടെന്ന് ഓർത്തിട്ട് നമ്മളിനിപ്പോൾ ഗാർഡനിൽ ഇറങ്ങുകയാണെങ്കിൽ ഗാർഡനിലേക്കും അവർ കൂട്ടും. അതേപോലെ എന്ത് ചെയ്യാറില്ല, ഇപ്പോൾ വണ്ടി കഴുകുക എന്ന് പറഞ്ഞാൽ അവരും വരും. അപ്പോൾ അവർക്കും ഇഷ്ടമാണ് അതൊക്കെ ചെയ്യാൻ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടും ഒക്കെ ആയിട്ട് അവരിങ്ങനെ വണ്ടി ചെയ്യാനും കഴുകാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളുടെ താറ് കഴുകൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആമിക്ക് എന്താ ഡ്യൂട്ടി? എനിക്ക് നോക്കപ്പോ വരാം. എനിക്കിപ്പം ചെടി നനയ്ക്കാണ്ട് അടുത്തല്ലേ. പാപ്പുന് എന്താ പരിപാടി? കാല് നനയ്ക്കേ. അപ്പൊ കാല് നനച്ചിട്ടുണ്ട്. പാപ്പ വണ്ടി കഴുകിയോ? കഴുകൂല? നീ മരാണോ കഴുകുന്നേ? ഓക്കെ. ഗേറ്റ് ഒക്കെ കഴുകണ്ട ഇവിടെ ഒരാള്. അമ്മയും കഴുകിക്കോട്ടോ. റൂമിന്റെ വണ്ടി കഴുകാൻ പോവാണ്. ഇതാര വണ്ടിയാ പാപ്പു? ഇത് സ്വപ്നത്തിലാ കഴുകുന്നേ? ആഹാ, നല്ലോണം കഴുകണേ. എവിടെയാ പോണേ എന്നിട്ട്? ബായ് അല്ല, ദുബായ്. ദുബായിൽ പോവാണ് വണ്ടി കഴുകിയിട്ട്. ഇത് ആരെ വണ്ടിയാ? വണ്ടി കഴുകുമ്പോ ആ തുണിയിലുള്ള ചെളിയിലേക്ക് ആവണ്ട് തോന്നുന്നു. ഡിക്കിയൊക്കെ ഉണ്ടോ? വേഗം കഴുകിക്കോട്ടോ. പാപ്പു കഴിഞ്ഞോ? പക്ഷെ എനിക്ക് നൈറ്റ് ഉറങ്ങുമ്പോ എനിക്ക് ഇഷ്ടമല്ല, കാരണം പിറ്റേ ദിവസം സ്കൂളുണ്ടല്ലോ. അതുകൊണ്ട് എന്നാ നൈറ്റ് ഉറങ്ങാതിരുന്നാ മതി. നല്ല കാര്യമാണ്. അതെ, അവന് ഉറങ്ങുമ്പല്ലേ ഇഷ്ടമല്ലാത്ത. വണ്ടി കഴിയട്ടെ എന്നിട്ടല്ലേ ഇരിക്കാം. കളിക്കാൻ പോവാനായിരിക്കും. ചെടി ഞാൻ നനച്ചോളാം, നീ വേണ്ട അവള് കഴുകട്ടെ. ഇവിടെ അല്ല ദീദി. കഴിഞ്ഞു അല്ലേ? വണ്ടി കഴുകൽ കഴിഞ്ഞു. അപ്പുന്റെ വണ്ടി എവിടെ കഴുകി വെച്ചേ? ഒന്ന് കാണിച്ചു തരോ? എവിടെ? ഇതാരാ അവിടെ പാപ്പുന് വണ്ടി വെച്ചേ? അബ്ബ വെച്ചതാ? ഉണങ്ങാൻ വേണ്ടി വെച്ചതാ? ഓക്കെ. ദീദി എന്താ ചെയ്യണേ? എന്ത് പണിയില്ല ദീദി? ദീദി ചെടി നനയ്ക്കാണോ? കാണിക്കാം. ദീദിന്റെ പാരിജാതം നനയ്ക്കായിരിക്കും അല്ലേ ദീദി? ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചെടിയാണ് അല്ലേ?
പാരിജാതം. നമ്മൾ പാരിജാതം നിറയെ മുട്ടിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മളെ സൺഡേ മൺഡേ പ്ലാന്റ് അല്ലേ ആമി? ഫ്രണ്ട്സ് വന്നോ? ആമിന്റെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യാല്ലേ? അപ്പോൾ ആമിൻ്റെ ഷെയ്ഡ് നനയ്ക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അവൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇനി വരുള്ളൂ. അപ്പോഴേക്കിനും അവൾക്ക് ഒരു ബിരിയാണിയൊക്കെ വേണമെന്ന് പറഞ്ഞു. ഇന്ന് സൺഡേ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മസാലയൊക്കെ കുക്കറിൽ ചെയ്തിട്ട് നമുക്ക് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊക്കെ എളുപ്പമാണ്, ഈസിയാണ്. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു റേഷ്യോയിലാട്ടോ എടുത്തത്. അതേപോലെ 3 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി ഒരു 2 പീസ് വലുതാണ്, 2 വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ചതച്ചെടുത്തു. ഒരുപാട് പേസ്റ്റ് രൂപത്തിലല്ലാതെ ഇങ്ങനെ ചതച്ചെടുത്തു. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ചെയ്യാൻ പോണത്. അപ്പോൾ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇനി നമ്മൾ അരച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് സോൾട്ടും ആഡ് ചെയ്ത് അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ ഇടാം കേട്ടോ. അത് 2 ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുണ്ട്. അതെന്തായാലും നമ്മളിപ്പോൾ കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് തുടങ്ങിയോളും. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ വെക്കാം. അതിനുശേഷം നമുക്ക് ഇനി ചിക്കനാണ് വേണ്ടത്. അപ്പോൾ ചിക്കൻ ഞാൻ നമുക്ക് ആവശ്യത്തിന് വേണ്ട ചിക്കൻ എടുത്തിട്ട് മാഗ്നറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പെപ്പറും സോൾട്ടും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മുളക് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ കുക്കറിലുള്ള മസാല വെന്ത് വരുമ്പോഴേക്കിനും നമ്മൾ ഈ ഒരു ചിക്കനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൻ്റെ അകത്തേക്ക് പെട്ടെന്ന് ചിക്കൻ ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമ്മുടെ മസാല വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സ്പൈസസ് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഒരു 1/2 സ്പൂൺ പെപ്പർ, അതുപോലെ ഗരം മസാല, ബിരിയാണി മസാല, വലിയ ജീരകം, ഇതെല്ലാം കൂടെ ജസ്റ്റ് ആഡ് ചെയ്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ വേവിക്കാം. ജസ്റ്റ് അടച്ചു വെക്കേണ്ട, ജസ്റ്റ് തുറന്ന് വെച്ചിട്ട് കുക്കർ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുക. 2 സ്പൂണേ ഒഴിക്കുന്നുള്ളൂ, ഒരുപാട് പുളി വേണ്ടാത്തതുകൊണ്ട് 2 സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റായതിനു ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ചിക്കൻ ആഡ് ചെയ്ത് ജസ്റ്റ് അതും നന്നായിട്ടൊന്ന് അതിലൊന്ന് പിടിച്ചു വരുന്നവരെ ജസ്റ്റ് ഒന്നുകൂടെ വേവിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ മല്ലിയിലയും പുതിനയും കൂടെ മിക്സ് ചെയ്തിടുക. നന്നായിട്ടിട്ട് അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ അതിലേക്ക് വന്നതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മൊത്തമായിട്ട് അടയ്ക്കണം, ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല സെറ്റാവും. അപ്പോൾ നമ്മൾ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഗീ റൈസ് റെഡിയാക്കാൻ പോവാം. അപ്പോൾ അതേപോലെ മസാല വേറെയും സെപ്പറേറ്റ് തന്നെ ഉണ്ടാക്കി വെക്കാം കേട്ടോ, ഗീ റൈസ് വേറെ ആയിട്ട്, അല്ലാതെ ഒരുമിച്ച് ദം ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഗീ റൈസ് പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ. പിന്നെ ഞങ്ങൾ ഗീ റൈസ് ഉണ്ടാകുമ്പോൾ കുറച്ചധികം ക്യാരറ്റ് ഉപയോഗിക്കും കേട്ടോ, കുട്ടികൾക്ക് കഴിക്കാൻ കൂടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നെയ്യാണ് കേട്ടോ, നമ്മൾ ഇങ്ങനത്തെ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പിൽ ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകണം.
അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കലും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ആമിക്കൊരു ഷോർട്സ് ഒക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ നമുക്കല്ലാതെ ഒന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി പോയി. അപ്പോൾ പാപ്പുവിന് അവിടെ നിന്ന് ഒരു ഫ്രണ്ടിനെയൊക്കെ കിട്ടി. അപ്പോൾ അവൾ അവരോടൊക്കെ സംസാരിച്ചു. കുറച്ച് നേരം കഴിഞ്ഞു നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുട്ടി വിശേഷങ്ങൾ. ആരാ പേര് പറഞ്ഞ ഫ്രണ്ടിൻ്റെ? സോയ അല്ലേ? സോയയാണോ പാപ്പു? സോയ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. പാപ്പു പേര് ചോദിക്കടാ. എന്താ രണ്ടുപേരും ആംഗ്യ ഭാഷയിൽ സംസാരിക്കണേ? ഓക്കെ ഓക്കെ. ഇനി കളിച്ചോ, രണ്ടുപേരും കളിച്ചോ.